എഞ്ചിനോയിലെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അതാ ഇതുപോലെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് എത്രമാത്രം കാണാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ. ഇത്തിരി ഇരുട്ടത്താണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. എഞ്ചിൻ ഓയിൽ വളരെയധികം കുറവാണ്. ഇതാ ഈ ഒരു അറ്റഭാഗത്തൊരു ഇത്തിരി എഞ്ചിൻ ഓയിലുള്ളൂ. ഹായ്, ഞാൻ സബിൻ സലീം, വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കലിലേക്കും സ്വാഗതം. നമ്മൾ പല വീഡിയോസിലും വണ്ടിയുടെ എഞ്ചിൻ ഓയിലൊക്കെ സമയത്ത് മാറുന്നതിനെ കുറിച്ചൊക്കെ ധാരാളമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ സമയത്ത് മാറിയില്ല എന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഓയിൽ കൂടുതലായിട്ട് സ്ലഡ്ജ് പോലെയൊക്കെ അല്ലെങ്കിൽ എഞ്ചിൻ ഓയിൽ കൂടുതൽ കട്ടിയാകാനും അതുപോലെ തന്നെ അതിൻ്റെ ഒഴുകാനുള്ള ശേഷി വളരെയധികം കുറയാനും അതിൻ്റെ സ്വാഭാവികമായി എഞ്ചിൻ ഓയിലിൻ്റെ ഒരു ക്യാരക്ടർ നഷ്ടപ്പെട്ട് അത് നമ്മളെ എഞ്ചിനെ ബാധിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് ടൈമിംഗ് ചെയിൻ വരുന്ന വാഹനങ്ങളിലൊക്കെ ഇതിൻ്റെ ടെൻഷൻ പൊതുവേ ഹൈഡ്രോളിക്കിലായിരിക്കും വർക്കാകുന്നത്. അതായത് ഈ ഒരു എഞ്ചിൻ ഓയിലിൻ്റെ പ്രഷറിലായിരിക്കും ഇത് ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നൽകുന്നത്. അത്തരം കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നടക്കാതെ ആ ഒരു ഭാഗങ്ങളിൽ ഡാമേജ് വരാനും അതുവഴി എഞ്ചിന് വലിയ വലിയ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇപ്പോൾ നമ്മളൊരു സിറ്റിയാണ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത്. അതിൽ ഇതേപോലെ ഓയിൽ മാറാനുള്ള താമസം കൊണ്ടോ അതല്ല എന്നുണ്ടെങ്കിൽ ഓയിൽ മാറാതിരിക്കുകയോ ചെയ്ത കാരണത്താൽ ഓയിൽ കുറയുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ കാര്യമായ രീതിയിൽ സ്ലഡ്ജ് ഫോം കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഏത് രീതിയിലെന്ന് വെച്ചാൽ ജസ്റ്റ് ഇപ്പം ഒന്ന് ഓയിൽ ഫ്ലഷ് ചെയ്ത് ഓയിൽ കറക്റ്റ് ചെയ്ത്, അതായത് എഞ്ചിൻ ഓയിലും ഓയിൽ ഫിൽറ്ററും മാറി ഒരു 100 കിലോമീറ്റർ ഓടിയതിന് ശേഷം വല്ല ലീക്കോ അല്ലെങ്കിൽ എഞ്ചിൻ റിലേറ്റഡ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്തതിന് ശേഷമാണ് നമ്മൾ മറ്റ് കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ആലോചിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു എഞ്ചിൻ്റെ കണ്ടീഷൻ അല്ലെങ്കിൽ ഈ ഒരു എഞ്ചിൻ ഓയിലിൻ്റെ കണ്ടീഷൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അതാ ഇതുപോലെയാണ് കേട്ടോ. നിങ്ങൾക്കിത് എത്രമാത്രം കാണാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ. ഇത്തിരി ഇരുട്ടത്താണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. എഞ്ചിൻ ഓയിൽ വളരെയധികം കുറവാണ്. ഇതാ ഈ ഒരു അറ്റഭാഗത്തൊരു ഇത്തിരി എഞ്ചിൻ ഓയിലുള്ളൂ. ഇത് എന്നാണ് ലാസ്റ്റ് എഞ്ചിൻ ഓയിൽ മാറിയതെന്നുള്ളത് കസ്റ്റമറിന് കൃത്യമായിട്ട് അറിയില്ല എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ എഞ്ചിൻ ഓയിൽ കുറവാണ്. അപ്പോൾ എഞ്ചിൻ ഓയിൽ കുറയുമ്പോഴത്തേക്ക് നമ്മൾ കുറേ കൂടി ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചാൽ എഞ്ചിൻ ഓയിൽ കുറയാൻ പല രീതിയിലുള്ള കാരണങ്ങളുണ്ട്. സ്വാഭാവികമായും ഏതെങ്കിലും രീതിയിൽ എഞ്ചിൻ ഓയിൽ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു ഓയിൽ എഞ്ചിനിൽ കുറയുന്നത്. അത് സർവ്വസാധാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുള്ളൂ. ഇപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് എഞ്ചിൻ ഓയിൽ കുറയാം? അതായത് ലീക്ക് കൊണ്ട് കുറയാം, ടർബോയുടെ പ്രശ്നങ്ങൾ കൊണ്ട് കുറയാം, എഞ്ചിൻ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ കുറയാം, അഥവാ ഇൻ കേസ് ആദ്യമേ ഇപ്പം ഈ ഒരു എഞ്ചിൻ ഓയിൽ മാറിയ മെക്കാനിക്ക് പ്രോപ്പറായിട്ട് ലെവൽ നോക്കി കറക്റ്റ് ഫില്ല് ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ സംഭവിക്കാം. അങ്ങനെ പല കാരണങ്ങളുണ്ട് നമുക്ക് എഞ്ചിൻ ഓയിലിൻ്റെ ഈ ഒരു കുറവ് വന്നു എന്ന് വരാം. അപ്പോൾ ഇത് കുറച്ച് നാളായിട്ട് എഞ്ചിൻ ഓയിൽ മാറിയിട്ടില്ല, എഞ്ചിൻ ഓയിൽ കട്ടിയായിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ സാധാരണഗതിയിൽ കട്ടിയാവാനുള്ള സാധ്യതകൾ എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഓയിൽ കൃത്യമായിട്ട് മാറാതിരിക്കുക, അത് കണക്കിന് ടർബോയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വരിക, അതുപോലെ ഇതിൻ്റെ MAP സെൻസർ MAP സെൻസറിന് എന്തെങ്കിലും ചെറിയ ഇഷ്യൂസൊക്കെ വന്നിട്ട് അങ്ങനെയായിട്ട് ഓടിക്കുക, അതുപോലെ തന്നെ ഫിൽറ്ററൊക്കെ പ്രോപ്പറായിട്ട് മാറാതിരിക്കുക, ഓവറായിട്ട് കാല് കൊടുത്ത് നല്ല സ്പീഡിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ അങ്ങനെയൊക്കെ ചില സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടുവരാം. അത് കണക്ക് ഉപയോഗിക്കാതെ ഒതുക്കിയിട്ടേക്കുന്ന വാഹനങ്ങളിലും ഈ ഒരു ഓയിൽ ടൈറ്റ് ആവുന്ന വിഷയങ്ങൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു എഞ്ചിൻ ഓയിലിൽ അഡിക്റ്റീവ് ഒഴിച്ചിട്ട്, അതായത് എഞ്ചിൻ ഓയിലിൽ ഓയിൽ ഫ്ലഷ് ഒഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരം ഇട്ടതിന് ശേഷം നമുക്ക് ഈ ഒരു ഓയിൽ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൽ ഉപയോഗിക്കാൻ പോകുന്നത് വെച്ചാൽ എഞ്ചിൻ ഫ്ലഷ്, മോട്ടോറിൻ്റെ എഞ്ചിൻ ഫ്ലഷാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇതിപ്പം ഇതിൽ കൊടുത്തേക്കുന്നത് വെച്ചാൽ വണ്ടി ഇത് 250 മില്ലിയാണ്. ഇത് ഒഴിച്ച് കുറച്ച് നേരം സ്റ്റാർട്ട് ചെയ്ത് ഇട്ടേക്കുക എന്നുള്ളതാണ് കമ്പനി പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതങ്ങോട്ട് ഒഴിച്ച് കുറച്ച് നേരം സ്റ്റാർട്ട് ചെയ്തിട്ട് എഞ്ചിനിൽ അങ്ങോട്ട് മാറാം. അതാണ്ട് ഇതങ്ങോട്ട് ഒഴിക്കാൻ പോവാണ്. ഓക്കെ, ഈ ഒരു ഓയിൽ ഫ്ലഷ് ഞാനിതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു 20 മിനിറ്റ് ഐഡ്ലിങ്ങിൽ ഇട്ടേക്കാം. സ്റ്റാർട്ട് ചെയ്തിട്ടിരുന്നിട്ട് ഒരു 20 മിനിറ്റോളം സ്റ്റാർട്ട് ചെയ്തിട്ടിരുന്നിട്ട് ആ ഒരു ഓയിൽ ഫുള്ളും ചോർത്തിയതിന് ശേഷം പുതിയ ഓയിൽ ഫിൽറ്ററും എഞ്ചിൻ ഓയിലും ഒഴിച്ച് വണ്ടി നമ്മൾ കൊടുത്തു വിടും. ഒരു 100 കിലോമീറ്റർ ഓടിയതിനു ശേഷം വീണ്ടും അത് മാറാൻ പറയും. സാധാരണ 2-3 മണിക്കൂർ അല്ലെങ്കിൽ 50 കിലോമീറ്റർ ഓടിച്ചിട്ട് മാറാനാണ് പറയുന്നത്. പക്ഷേ ഇതിലിത്തിരി അധികം പ്രശ്നം കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അധികം ഇത്തിരി ഇതിലുള്ളതുകൊണ്ട് കുറച്ചും കൂടെ ഒന്ന് കാര്യമായ രീതിയിൽ നമ്മൾ ഒഴിച്ച ഓയിലിൽ ആ ഒരു അഴുക്കും കാര്യങ്ങളൊക്കെ ബാക്കി നിൽക്കുന്നതും കൂടെ മിക്സ് ആയതിനു ശേഷം നമുക്ക് ചോർത്തിയെടുക്കാം. ഇപ്പം പലരും പല രീതിയിലായിരിക്കും ഇത് ചെയ്തേക്കുന്നത്. ഞാൻ എൻ്റെ ഒരു മെത്തേഡാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇപ്പം 50 കിലോമീറ്റർ ആയിരുന്നു മുമ്പ്, അല്ലെങ്കിൽ 2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നിട്ട് പിന്നെ ആ ഓയിലും കൂടെ ചോർത്തിയെടുക്കും. അങ്ങനെ ചെയ്യുന്ന കാര്യം വെച്ചാൽ ഈ ഓയിൽ ഗാലറികളിലും അത് കണക്ക് തന്നെ ഓയിൽ പമ്പിൽ, ഓയിൽ കൂളറിൽ, ഹെഡിൻ്റെ ടോപ്പിൽ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഈ ഒരു അഡിക്റ്റീവായിട്ട് മിക്സായ ഓയിൽ നിൽക്കും. അതിൽ നമ്മൾ പുതിയ ഓയിൽ ഒഴിച്ച് നിങ്ങൾ ഓടിക്കോ 10,000 ആകുമ്പോൾ മാറിയാൽ മതി എന്നുള്ളൊരു മെത്തേഡിൽ നമ്മൾ വിടത്തില്ല. നമ്മൾ കുറച്ച് ഓടിയതിന് ശേഷം അല്ലെങ്കിൽ കുറച്ച് നേരം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആ ഓയിലും കൂടെ ചോർത്തിയതിന് ശേഷം പുതിയ ഓയിൽ ഒഴിച്ചിട്ടാണ് വിടുന്നത്. അതായത്
2 പ്രാവശ്യമായിട്ട് ഓയിൽ മാറേണ്ടി വരും. ഇതിപ്പോൾ ഈ വണ്ടി നമ്മൾ ഓയിൽ അടിക്കി ഒഴിച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്ത് 20 മിനിറ്റ് കഴിഞ്ഞ് ഈ ഒരു ഓയിൽ ഫിൽറ്ററും മാറി പുതിയ ഓയിൽ ഫിൽറ്ററും ആക്കിയതിന് ശേഷം വണ്ടി നമ്മൾ ഒരു 100 കിലോമീറ്റർ ഓടിയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു വിടും. 100 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് ആ ഒരു എഞ്ചിൻ ഓയിലും ഓയിൽ ഫിൽറ്ററും കൂടെ മാറും. അങ്ങനെ വരുമ്പോഴത്തേക്ക് മാക്സിമം എന്ന് പറഞ്ഞാൽ ഒരു 100% ഒന്നും ഇതിനെക്കൊണ്ട് ബെനിഫിറ്റ് കിട്ടത്തില്ല. എന്നാലും ഒരു 75% ഉള്ളിലുള്ള ആ ഒരു സ്ലഡ്ജ് ഫോമായ ഓയിലിനെ മൊത്തം നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു പരിപാടി മുമ്പോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു കാരണവശാലും ഇത്തരത്തിൽ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തിട്ടിരുന്നിട്ട് റേസ് ചെയ്യാനോ ഓടിക്കാനോ ശ്രമിക്കരുത്. റേസ് ചെയ്യുകയും ഓടിക്കാനോ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു എഞ്ചിന് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ചാൻസ് എന്നല്ല, ഉണ്ടാകും എന്നുള്ളതാണ്. പൊതുവേ ഇപ്പം നിലവിൽ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു എഞ്ചിനിൽ ഓയിൽ കുറവാണ്. അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ ഫ്ലഷ് ഒഴിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കുകയോ റേസ് ചെയ്യുകയോ ചെയ്താൽ അത് തീർച്ചയായും ഇതിനെ നല്ല രീതിയിൽ ബാധിക്കും. നിങ്ങൾ ഓയിൽ ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ഓടിക്കരുത്. ഈ അടുത്തൊരു സമയത്ത് നമ്മളൊരു സഹോദരൻ ഇതേപോലെ എഞ്ചിൻ ഓയിൽ ഫ്ലഷ് ചെയ്യാനായിട്ട് ഓയിൽ ഫ്ലഷ് ഒഴിച്ചതിന് ശേഷം ഓടിച്ചിവിടെ കൊണ്ടുവന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഭാഗ്യം കൊണ്ട് പ്രത്യേകിച്ച് വിഷയമൊന്നും ഉണ്ടായില്ല. ഒരു 2.5 കിലോമീറ്ററോളം മാത്രമാണ് ഓടിച്ചത്. പക്ഷേ ഇത്തരത്തിൽ ഓടിക്കാൻ ശ്രമിക്കുകയാണെങ്കിലോ അനാവശ്യമായി റേസ് ചെയ്യുകയാണെങ്കിലോ, ഇപ്പോൾ ചിലർ വിചാരിക്കും റേസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള അഴുക്കൊക്കെ പോകുന്നുള്ളത്, അനാവശ്യമായി റേസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ എഞ്ചിന് ഏതെങ്കിലും രീതിയിൽ പ്രശ്നങ്ങൾ ബാധിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളെ വണ്ടിയുടെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 20 മിനിറ്റ് കൂടുതലായിട്ടുണ്ട്. ഷെയറെ ഓഫ് ചെയ്തോണേ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറാം. എഞ്ചിൻ ഓയിൽ മാറിയതിന് ശേഷം നമ്മൾ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഒഴിക്കുന്നത് വെച്ചാൽ ദാണ്ടെ ഈ ഒരു സർവോടെ 1540 സാധാ ഒരു എഞ്ചിൻ ഓയിലാണ് ഒഴിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത് നമുക്ക് ഫ്ലഷ് ഔട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഫ്ലഷ് ഔട്ട് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വെച്ചാൽ സർവോഡ് എഞ്ചിൻ ഓയിലാണ്. അപ്പോൾ ഈ സർവോഡ് എഞ്ചിൻ ഓയിലും ഓയിൽ ഫിൽറ്ററും എയർ ഫിൽറ്റർ മാറുന്നുണ്ട്. എയർ ഫിൽറ്റർ ഡാമേജ് ആണ്. അപ്പോൾ ഇതെല്ലാം കൂടി മാറിയിട്ട് നമ്മളൊരു വീണ്ടും ഞാൻ പറയുകയാണ് 100 കിലോമീറ്റർ ആകുമ്പം നമ്മൾ മാറും. സാധാരണ വണ്ടിയുടെ കണ്ടീഷൻ അനുസരിച്ചും എഞ്ചിൻ്റെ അല്ലെങ്കിൽ അകത്തുള്ള ആ ഒരു സ്ലഡ്ജിൻ്റെ കണ്ടീഷനൊക്കെ അനുസരിച്ച് നമ്മൾ 2 മണിക്കൂർ 50 കിലോമീറ്റർ അല്ലെങ്കിൽ 100 കിലോമീറ്റർ അങ്ങനെയാണ് വണ്ടിയുടെ ഒരു റണ്ണിങ്ങിൻ്റെ പീരീഡ് തീരുമാനിക്കുന്നത്. കമ്പനി പറയുന്നതോ അല്ലെങ്കിൽ ഇതിൽ എഴുതിയേക്കുന്നതല്ല, ഇത് എൻ്റേതായ രീതിയിൽ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ എഞ്ചിൻ ഓയിൽ നിന്ന് മാറാം. അപ്പോൾ നമ്മൾ വണ്ടിയുടെ എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ ചോർത്തിട്ടുണ്ട്. എഞ്ചിൻ ഓയിലിൻ്റെ അവസ്ഥ ഇതാണ്, കണ്ടോ, നല്ല രീതിയിൽ കറുത്ത് ഇന്തിരായിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നമ്മൾ ഫ്ലഷ് ചെയ്തെടുത്തുകൊണ്ടാണ് ഇത്രയും കുറച്ചും കൂടെ കറുപ്പ് അധികം ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വണ്ടിയിൽ ഫ്ലഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനിയിപ്പോൾ പുതിയ എഞ്ചിൻ ഓയിൽ ഒഴിക്കുകയാണ്. നമ്മൾ ഒഴിക്കാൻ പോകുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവോഡ് എഞ്ചിൻ ഓയിലാണ്. ഒഴിച്ചു പോണേ. ഫിൽറ്റർ മുറുക്കിയില്ലേ? ഇപ്പോൾ നമ്മളിതാ വണ്ടിയുടെ എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ മാറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഇത്ര മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങളുടെ വാഹനത്തിൽ എന്തെങ്കിലും രീതിയിൽ ഇത്തരത്തിൽ ഓയിൽ ടൈറ്റോ കാര്യങ്ങളോ കാണുകയാണെങ്കിൽ ഇത്തരത്തിൽ ഓയിൽ ഫ്ലഷ് ചെയ്ത് അങ്ങോട്ട് മാറുക. ഓയിൽ ഫ്ലഷ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വാഹനങ്ങളിൽ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. തൽക്കാലം നിങ്ങൾ എഞ്ചിനിൽ പ്രശ്നങ്ങൾ, അതായത് എഞ്ചിൻ റീകംപ്രഷനോ അങ്ങനത്തെ വിഷയങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം ദയവായിട്ട് ഇത്തരത്തിൽ ഫ്ലഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഫ്ലഷ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളെ നല്ല എഞ്ചിനാണ്, ആ ഒരു എഞ്ചിൻ കംപ്ലൈൻറ്റിലേക്ക് പോകില്ല. അത് പോകുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളത് ആ എഞ്ചിനിൽ അനാവശ്യമായി റേസ് ചെയ്യുകയോ അതല്ലാന്നുണ്ടെങ്കിൽ ഓടിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇത് സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സും അല്ല. ഇപ്പം എല്ലാ ഓയിൽ ചേഞ്ചിലും അല്ലെങ്കിൽ ഒന്നിരാടം ഫ്ലഷ് ചെയ്യുക എന്നുള്ളത് ഒരു നല്ല കാര്യമല്ല. ഇത് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ മാത്രം ചെയ്താൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം പലർക്കും പല രീതിയിലുള്ള എക്സ്പീരിയൻസും പല രീതിയിലുള്ള അഭിപ്രായമായിരിക്കും. ഓയിൽ ഫ്ലഷ് ഉപയോഗിക്കേണ്ട സാഹചര്യമാണോ എന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം ഓയിൽ ഫ്ലഷ് ഉപയോഗിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന പീരീഡ് ഒന്ന് മാറ്റുക. ഇപ്പം നിങ്ങൾ സ്ലഡ്ജ് ഫോമോ അല്ലെങ്കിൽ കട്ടിയാവുന്ന സംഭവമൊന്നുമില്ല, പക്ഷേ കറക്കുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യുക, ഓയിൽ ചേഞ്ച് ചെയ്യുന്ന പീരീഡ് ഒന്ന് ചേഞ്ച് ചെയ്യുക. അതായത് ഇപ്പം നിങ്ങൾ 10,000 കിലോമീറ്റർ മാറുന്ന ആൾക്കാരാണെങ്കിൽ അതിന് 6,000 കിലോമീറ്ററോട്ട് ആക്കുക. അപ്പം 6,000 കിലോമീറ്റർ മാറുന്ന ആൾക്കാരാണെങ്കിൽ 3,000 കിലോമീറ്റർ മാറ്റുക. അത്തരത്തിൽ ഒന്ന് പീരീഡ് മാറ്റിയിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് മാറിക്കിട്ടും. അപ്പോൾ എന്തായാലും ഓയിലിൻ്റെ കാര്യത്തിൽ ഒരു രീതിയിലും റിസ്ക് എടുക്കാതിരിക്കുക. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.